പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1501 പിറന്നാൾ പ്രമാണിച്ച് ഇസ്ലാം മത വിശ്വാസികൾ നാടെങ്ങും റാലികളും ആഘോഷ പരിപാടികളും നടത്തി. മസ്ജിദുകളുടെയും മദ്രസകളുടെയും നേതൃത്വത്തിൽ നടത്തിയ ആഘോഷങ്ങൾ ഏറെ ആകർഷകമായി. This news sponsored by Gold King, the trust with quality. Main Junction, Uppala. നബിദിനാഘോഷ ഭാഗമായി വിപുലമായ പരിപാടികളാണ് കാസർഗോഡ് ജില്ലയിലുടനീളം നടന്നത്. പുലർച്ചെ 4 മുതൽ തന്നെ മഹല്ലുകളും മദ്രസകളും കേന്ദ്രീകരിച്ച് പ്രവാചക പ്രകീർത്തന മൗലീദ് പാരായണങ്ങൾ ആരംഭിച്ചിരുന്നു. കൂടാതെ നബിദിന ഘോഷയാത്രകളും കുട്ടികളുടെ കലാപരിപാടികളും അന്നദാനവുമൊക്കെ നടന്നു. നബിദിന സന്ദേശ റാലിയിൽ മതസാമുദായിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരടക്കമുള്ളവർ പങ്കെടുത്തു. ലാളിത്യവും നീതിബോധവും കൊണ്ട് മാതൃകയായ പ്രവാചകന്റെ ജീവിതം സന്ദേശമായി ഉൾക്കൊണ്ടാണ് വിശ്വാസികൾ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. മഞ്ചേശ്വരത്തും ഉപ്പളയിലും കുമ്പളയിലും കാസർഗോട്ടും മേൽപ്പറമ്പിലും പാലക്കുന്നിലും ചിത്താരിയിലും നീലേശ്വരത്തും തൃക്കരിപ്പൂരിലും പടന്നയിലും പാറപ്പള്ളിയിലും കള്ളാറിലുമെല്ലാം നടന്ന നബിദിന ഘോഷയാത്രകളിൽ നൂറുകണക്കിന് വിശ്വാസികൾ അണിചേർന്നു. നമുക്ക് ഹൃദയപൂർവ്വം വരവേൽക്കാം. ബഹുമാനപ്പെട്ട ഉലമാക്കളും ഉമ്മറാക്കളും ഇൽമിന്റെ ദീപശീകയേന്തി തൊട്ടു പിന്നിലായി ആഗതരാകുന്ന വിദ്യാർത്ഥികൾ തിരുനബി സ്നേഹത്തിന്റെ ആകർഷകങ്ങളായ കലാപ്രകടനങ്ങളാലും മധുരപലഹാര വിതരണത്താലും വിശ്വാസികൾ പ്രിയ പ്രവാചകന്റെ ജന്മദിനം ആഘോഷമാക്കി. ഹിജ്റ കലണ്ടറിലെ 3-ാമത്തെ മാസമായ റബീഉൽ അവൽ 12-നാണ് മുഹമ്മദ് നബി ജനിച്ചത്. 1-ാം വസന്തം എന്നർത്ഥം വരുന്ന റബീഉൽ അവൽ മാസം വിശ്വാസികൾക്ക് അനുഗ്രഹങ്ങളുടെയും പ്രവാചക പ്രേമത്തിൻ്റെയും ദിനങ്ങളാണ്. സർവ്വലോകത്തിനും അനുഗ്രഹമായി പിറന്ന പ്രവാചകനോടുള്ള സ്നേഹപ്രകടനമായാണ് ഈ സുദിനം ആഘോഷിക്കുന്നത്. കേരളത്തിൽ ഇത്തവണ ഉത്രാടം നാളിലെത്തിയ നബിദിനാഘോഷം മലയാളികളുടെ പരമ്പരാഗതമായ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതിലുള്ള അസുലഭവും അനുഗ്രഹീതവുമായ അവസരം കൂടിയായി മാറി. ഇമാമുമാരും മതപണ്ഡിതന്മാരും നബിദിനാഘോഷത്തിൻ്റെയും ഇസ്ലാം മതം മുന്നോട്ട് വയ്ക്കുന്ന വിശ്വാസ ദർശനങ്ങളുടെയും പൊരുളും പ്രാധാന്യവും പകർന്നു നൽകി. നബിദിനത്തെ വരവേൽക്കുന്നതിനായി പള്ളികളും മദ്രസകളും വർണ്ണശബളമായ അലങ്കാര വിളക്കുകളാലും തോരണങ്ങളാലും നേരത്തെ തന്നെ അലങ്കരിച്ച് സജ്ജമാക്കിയിരുന്നു. വിവിധ മുസ്ലിം സംഘടനകളും മഹല്ലുകളും മദ്രസകളുമെല്ലാം വൈവിധ്യമാർന്ന പരിപാടികളാണ് നടത്തിയത്. പ്രവാചക കീർത്തനങ്ങൾ ആലാപനം ചെയ്യുന്ന മൗലീദ് സദസ്സുകൾ, നബി ജീവിതവും സന്ദേശവും വിളിച്ചോതുന്ന മീലാദ് സന്തോഷ ഘോഷയാത്രകൾ, മദ്രസാ വിദ്യാർത്ഥികളുടെ സർഗാത്മക കഴിവുകൾ മാറ്റുരയ്ക്കുന്ന കലാസാഹിത്യ മത്സരങ്ങൾ, സായന്തനങ്ങളിൽ നടന്ന മതപ്രഭാഷണങ്ങൾ എന്നിവയെല്ലാം ഈ വർഷവും ആഘോഷത്തെ സമ്പന്നവും സാർത്ഥകവുമാക്കി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ് വിഷൻ.